ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒടുക്കത്തെ വിശപ്പ് അനുഭവപ്പെട്ട്. അപ്പം തന്നെ കക്കുവിനെ വിളിച്ചു. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പിടിക്കാൻ പറഞ്ഞു. അവൻ രക്ഷകനായിട്ട് ഫുഡും കൊണ്ടുവന്നു. എടാ അത് താത്തക്കിനെ പോലെ ഇല്ലേ ഇല്ലേ? അങ്ങനെ സ്റ്റാൻഡിൽ വെറുതെ നോക്കി കഴിഞ്ഞപ്പോൾ ദേ നിൽക്കണു. ഞാൻ വിചാരിച്ചു വിശപ്പ് പറഞ്ഞ ഹാലൂസിനേഷൻ അടിച്ചാണെന്ന്. അതറിയാൻ വേണ്ടി അവനോട് ഹായ് പറഞ്ഞു. അപ്പോൾ എനിക്കും കിട്ടിയൊരു ഹായ്. വണ്ടി എടുത്തപ്പോഴേ ഞാൻ അവൻ കൊണ്ടുവന്ന വട അങ്ങ് കഴിച്ചു. എന്നിട്ട് വിശപ്പങ്ങ് മാറ്റി. പിന്നെ ഒന്ന് ഉറങ്ങിപ്പോയി. ബസ്സിലിരുന്ന് ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല സാധാരണ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ദേ വെഞ്ഞാറോടായി. പുതിയ പുതിയ കാര്യങ്ങളോട് എനിക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ്. സുരാജേട്ടൻ്റെയൊക്കെ വാലായിട്ടുള്ള ഈ വെഞ്ഞാറോട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സമയം 11:45. തിരുവനന്തപുരം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഞങ്ങളുടെ അടുത്ത പോക്ക്. വിശപ്പിൻ്റെ വിളി എന്തായാലും ഇതുവരെ വന്നു തുടങ്ങിയിട്ടില്ല. ഭാഗ്യം. ഇനി എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി എൻക്വയറിയിലേക്ക് ഞാൻ ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കിഴക്കേക്കോട്ടേക്ക് പോകണം. അതെവിടെയാണെന്ന് വെച്ചപ്പോൾ കിഴക്കോട്ട് പോയതിന്ന്. അടിപൊളി. അതിനായിട്ടൊരു ഓട്ടോ വിളിച്ചു. ശരിക്കും വിളിച്ചല്ല, ഓട്ടോക്കാർ വല വിരിക്കും, നമ്മളതിനകത്ത് വീഴും. അങ്ങനെയാണ് ഇവിടുത്തെ ഓട്ടോക്കാർ. നല്ല ശാന്ത സുന്ദരമായ യാത്രയായിരുന്നു. തിക്കും തിരക്കും അറിഞ്ഞു പോലുമില്ല. 4 ബാഗും ഒരുത്തരും എൻ്റെ മടിയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലം അവിടെ ഉണ്ടെന്ന് പോലും അറിയണ്ടായി. 2 ബസ്സിൻ്റെ ഇടയിലൂടെ ഈ ഓട്ടോക്കാരൻ ചേട്ടൻ അതികൂളായി പ്രൊഫഷണലിസം എടുത്തപ്പോൾ ഞങ്ങളൊക്കെ ബാക്കിൽ ജീവൻ പണയം വെച്ചിരിക്കുമായിരുന്നു. മഞ്ഞുമൽ ബോയ്സിൻ്റെ സമയത്ത് ശ്രീനാഥ് ബാസിയും ഗണപതിയൊക്കെ ഒരു ഓട്ടോയിൽ പോയി ഒരു വീഡിയോ എടുത്തില്ലേ? എനിക്ക് ആ സമയത്ത് അതാണ് ഓർമ്മ വന്നത്. അതിൽ അളിയൻ പറയണല്ലോ, ഓൾ ഓൺ ക്യാമറ അണ്ണേ, എല്ലാമേ ക്യാമറയിൽ കിടക്കുക തന്നെ. പക്ഷേ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ റോഡിൻ്റെ വീതിയാണ്. ഞങ്ങൾ പോയ റോഡിനൊക്കെ നല്ല വീതിയായിരുന്നു. അണ്ണ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാക്കി. ഞങ്ങളുടെ 4 പേര് ഇന്നത്തെ ആദ്യത്തെ അരിഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു. ഇതാണല്ലേ കിംസ് ഹോസ്പിറ്റൽ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇതെന്താ അവതാറിൻ്റെ മോഡലിൽ ആൽമരൊക്കെ ഇറക്കിയത്. വൈകും എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെക്കപ്പിൻ്റെ ഒക്കെ ടൈമിന് മുമ്പേ അവിടെ എത്തി. മെഡിക്കലിന് വേണ്ടി അവൻ മുകളിലോട്ട് കയറി പോയപ്പോഴാണ് നമ്മളവിടെ ഒരാളെ കണ്ടത്. അല്ല വേണ്ട, അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ശരി, ബൈ.